ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? നെയ്റോസ്റ്റും തക്കാളി ചമ്മന്തിയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സാധനം, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സാധനം കാണിച്ചു തരാം. സന്തോഷ വാർത്തയാണ്. നമ്മുടെ കനാലിൽ നിറച്ച് വെള്ളം വിട്ടേക്കുന്നു. ഇനി കുറച്ചുകൂടെ കയറ്റി വിട്ടേച്ചാൽ മതി, കനാൽ ഫുള്ള് നിറയും. അന്നേരം നമ്മുടെ കുഞ്ഞിക്കനാലിൽ നിറച്ച് വെള്ളം വിടും ഗായ്സ്. അപ്പോൾ ഇതിനകത്തൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ നമ്മുടെ കുഞ്ഞിക്കനാലിലേക്ക് വരാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മീനിനെയൊക്കെ പിടിക്കും. അപ്പോൾ എനിക്ക് കുളിക്കാനൊക്കെ ഉള്ള ഒരു ഇടം കൂടിയാണ്. ഇവിടെ നമ്മൾ കുളിക്കുകയല്ല, പേടിയാണ്. നീന്തൽ അറിയത്തില്ല. എനിക്ക് നീന്തൽ അറിയാവുന്ന ഒരു കുഞ്ഞു കനാലാണ് അത്. അതിനകത്ത് ഒത്തിരി വെള്ളം വരാറില്ല, കാരണം ഇത് അവിടെയാണ് നമ്മുടെ കനാലിൻ്റെ സൗന്ദര്യം അല്ലേ. നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് നല്ല വ്യൂസൊക്കെ വരാറുണ്ട്. ഇവിടെ നിന്നൊക്കെ പുഴുക്കൻകെട്ടിലേക്ക് പോകുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ കനാലിൽ വെള്ളം വിടുന്ന സമയത്ത് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. സൈക്കിൾ മതന്മാരും കുറേ പേര് ഇവിടെ സൈക്കിളിന് പോകുന്നുണ്ട് പുതുക്കൻകെട്ടിലേക്ക്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വ്യൂവും എല്ലാം. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരൊക്കെ ഇനിയും വരും. അപ്പോൾ ഞാനൊക്കെ അവർക്ക് ടാറ്റയൊക്കെ കൊടുക്കാറുള്ള ഒരു കൂട്ടത്തിലും കൂടിയാണ്. ഇതേ നിറച്ചും വെള്ളം വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. നല്ല ആഴമുണ്ട് ഈ കനാലിനകത്ത്. എന്തോരം ആഴം. നീന്തൽ അറിയത്തില്ലാത്തവരുടെ കൂടെ നമുക്ക് ഇറങ്ങാൻ, അറിയാവുന്നവരുടെ കൂടെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ചാട്ടത്തിന് മുന്നിൽ പോകും. അപ്പോൾ എത്ര പൊക്കത്തിലാണോ വെള്ളം നിൽക്കുന്നത്, അപ്പയ്ക്ക് പേടിയൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ഇനിയിപ്പോൾ അവിടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേര് കുപ്പിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ടയറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊങ്ങിക്കിടന്ന് നീന്താറൊക്കെ ഉണ്ട്. ഞാനൊക്കെ ആ കുഞ്ഞിക്കനാലിൽ ഇറങ്ങുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തായാലും അടിപൊളിയാണ്. ഭയങ്കര ആഴമാട്ടോ ഇതിൻ്റെ ഉള്ളിൽ. നീന്തൽ അറിയാത്തവർ ഒരിക്കലും ഇവിടെ ഇറങ്ങരുത്, കാരണം നല്ല ആഴമുണ്ട് ഈ കനാലിനകത്ത്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഇതൊക്കെ നമ്മുടെ പുല്ലാണ് കേട്ടോ. നമ്മുടെ പുല്ലാണ്. ഈ മേളത്തെ ഈ കുഞ്ഞു കുഞ്ഞു കാടും പള്ളയൊക്കെ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇനിയിപ്പോൾ കുറച്ചുകൂടെ പൊക്കി വിടും, എന്നാലും നമ്മുടെ കുഞ്ഞിക്കനാലിലേക്ക് വെള്ളം വരും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനുകളെയൊക്കെ പിടിക്കുന്നതിൻ്റെ വീഡിയോകളൊക്കെ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്കൂൾ യൂണിഫോമാണ് ഇട്ടത്. റെഗുലർ യൂണിഫോം. റെഗുലർ യൂണിഫോമാണിത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വ്യൂ ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ ഒരു വ്യൂവിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കാം. നമ്മുടെ ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണുന്നതിൻ്റെ ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടേക്കാം. സമയം പോലെ വരുന്നതായിരിക്കും. സമയം പോലെ ഇതൊക്കെ നമ്മൾ റെഡിയാക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ടാറ്റാ. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വ്യൂ. പിന്നെ ഇവിടെ ഇതൊക്കെ ഉള്ളത് കാരണം നല്ല ക്യൂട്ടാണ്. നമ്മുടെ തൊട്ടാവാടി പൂക്കൾ കുറേ ഉണ്ട് കേട്ടോ. ഇനിയുണ്ടോ? ഇതിനെ കണ്ടിട്ടുണ്ടോ? ഇതാണ് കേട്ടോ സാധനം. ഇതിൻ്റെ അരിയാണ്. എന്തോ പൂ, അതിൻ്റെ പേരമ്മയ്ക്കറിയില്ല. ഇവിടെ കുറേ തൊട്ടാവാടി പൂക്കളാണ്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ രാവിലെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാണും. ഭയങ്കര രസമാണ്. സ്കൂളിൽ വിട്ട് വന്നാൽ ഇത് ഇതേപോലെ തന്നെ ഉണ്ടാവും. നമുക്കതും പറ്റാം. ഭയങ്കര ഇഷ്ടം തൊട്ടാവാടി. ഓക്കെ, എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഓക്കെ ഉമ്മ.